മാലിദ്വീപിനെ ഒപ്പം കൂട്ടിയും പാകിസ്ഥാനെ വരുതിയിലാക്കിയുമല്ല ചൈന ഇന്ത്യക്കെതിരായ പ്രകോപനം തുടരുകയാണ്. ഇന്ത്യ പലവട്ടം ക്ഷമിക്കാൻ തയ്യാറായിട്ടും അടി ഇരന്നു വാങ്ങുന്ന സമീപനമാണ് ചൈന സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ സൈനിക നീക്കത്തിൽ വിറച്ചിരിക്കുകയാണ് ചൈനയും പാകിസ്ഥാനുമൊക്കെ. കരയിൽ നിന്ന് അസ്ത്രങ്ങൾ പായിക്കാൻ കഴിവുള്ള T-90 ടാങ്കുകൾ, പ്രഹരശേഷി വ്യക്തമാക്കി കപ്പൽ വേദ മിസൈലുകൾ. ഭാരത് ശക്തി എന്ന പേരിൽ നടന്ന സൈന്യത്തിന്റെ മെഗാ അഭ്യാസ പ്രകടനം അക്ഷരാർത്ഥത്തിൽ വെളിവാക്കിയത് ഇന്ത്യയുടെ കരുത്താർജിക്കുന്ന സൈനിക ശക്തിയെയാണ്. വിവിധ സേനകൾ തങ്ങളുടെ കരുത്തുകൾ മാറ്റുരച്ചപ്പോൾ കൂടുതൽ കരുത്ത് പകർന്ന് പ്രധാനമന്ത്രിയും എത്തിയിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് വെളിവാക്കി രാജസ്ഥാനിലെ പൊഖ്രാനിലായിരുന്നു ഭാരത് ശക്തി നടന്നത്. കര, നാവിക, വ്യോമസേനകൾ തങ്ങളുടെ ആയുധങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും ശക്തി ഇവിടെ തുറന്നു കാട്ടിയത് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത്. തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സന്നാഹങ്ങളായിരുന്നു അഭ്യാസ പ്രകടനത്തിൽ പങ്കുകൊണ്ടത്. ഇത് പ്രതിരോധ മേഖലയിലെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയും തുറന്നു കാട്ടുന്നു. 1 മണിക്കൂറിലധികമായിരുന്നു അഭ്യാസ പ്രകടനം നടന്നത്. ഇത് കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനിക വാഹനത്തിൽ എത്തുകയും ചെയ്തു. പ്രധാനമന്ത്രിക്കൊപ്പം 3 സേനകളുടെയും തലവന്മാരും സന്നിഹിതരായിരുന്നു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും അഭ്യാസ പ്രകടനങ്ങൾക്ക് സാക്ഷിയായി. 30ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇന്ത്യയുടെ സൈനിക ശേഷി കാണാൻ എത്തിയിരുന്നു. T-90 ടാങ്കുകൾ, ധനുഷ് ആയുധ സംവിധാനം, ആകാശ് മിസൈൽ സംവിധാനം, ലോജിസ്റ്റിക്സ് ഡ്രോണുകൾ എന്നിവയായിരുന്നു കരസേന അഭ്യാസ പ്രകടനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇവയ്ക്ക് പുറമെ റോബോട്ടിക് മ്യൂളുകൾ, അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ, ആളില്ലാ വിമാനങ്ങൾ എന്നിവയും അഭ്യാസ പ്രകടനത്തിൽ കരുത്തുകാട്ടി. കപ്പൽ വേദ മിസൈലുകൾ, ഓട്ടോണോമസ് കാർഗോ ക്യാരിയിങ് വെഹിക്കിളുകൾ, എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ്സ് എന്നിവയായിരുന്നു നാവികസേന അഭ്യാസ പ്രകടനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിനു പുറമെ വിവിധ സാങ്കേതിക വിദ്യകളുടെ ശക്തിയും നാവികസേന അഭ്യാസ പ്രകടനത്തിലെ തുറന്നുകാട്ടി. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ തേജസ്, ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ, അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ എന്നിവയായിരുന്നു വ്യോമസേന അഭ്യാസ പ്രകടനത്തിൽ അണിനിരത്തിയത്. നിലവിലെയും ഭാവിയിലെയും വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ തയ്യാറാണെന്ന സന്ദേശം കൂടിയാണ് ഭാരത് ശക്തി നൽകുന്നത്. ആത്മനിർഭരതയുടെ പാതയിൽ ഭാരതം അതിവേഗത്തിൽ കുതിക്കുകയാണെന്ന സത്യവും മെഗാ അഭ്യാസ പ്രകടനം ലോകത്തിനു മുൻപിൽ വിളിച്ചു പറയുന്നു. അതിനിടെ ലക്ഷദ്വീപിൽ നാവികസേനയുടെ INS ജഡായു കമ്മീഷൻ ചെയ്തത് ചൈനയ്ക്ക് കൂടുതൽ അടിയായിരിക്കുകയാണ്. ലക്ഷദ്വീപിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് INS ജഡായു കമ്മീഷൻ ചെയ്തത്. ഇതിനു പുറമെ അറബിക്കടലിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ഇതിലൂടെ സാധിക്കും. INS ദീപപ്രകാശക്കാണ് ദ്വീപിലെ ആദ്യ നാവികസേന ആസ്ഥാനം. കരവത്തയിലാണ് INS ദീപപ്രകാശക് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അടുത്തിടെ ലക്ഷദ്വീപിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം കൂടി പശ്ചാത്തലത്തിലാണ് INS ജഡായു വേഗത്തിൽ കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചത്.